മുസ്ലിം ലീഗിന് തലവേദനയായി കോഴിക്കോട് തിരുവമ്പാടിയിലെ വിമത നീക്കം. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ച് പോഷക സംഘടനയായ KMCC കഴിഞ്ഞ ദിവസം നടത്തിയ കുടുംബ സംഗമത്തിൽ നിരവധി ലീഗ് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. തിരുവമ്പാടിയിലെ മുസ്ലിം ലീഗിൽ വർഷങ്ങളായി തുടരുന്ന വിഭാഗീയത കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അനഘ ഹർഷനൊപ്പം ചേരുന്നു. അനഘ, പറയൂ. കൃഷ്ണരാജ്, കോഴിക്കോട് തിരുവമ്പാടിയിലെ വിമത നീക്കം അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് തലവേദനയാകുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടറി CP ഷെറിയ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള CK കാസിമിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൽ രണ്ട് ചേരിയാണ്. ഇവർ രണ്ടുപേരും മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള രണ്ട് ചേരിയാണ്. മാത്രമല്ല, ലീഗ് സംസ്ഥാന കൗൺസിലിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡം പാലിക്കാതെ ഈ തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, ഒരു പട്ടിക സമർപ്പിച്ചിരുന്നു. ഈ പട്ടികയെ ചൊല്ലിയുമൊക്കെ തന്നെ ഈ രണ്ട് വിഭാഗവും തമ്മിൽ നേരത്തെ തന്നെ വലിയ വിവാദമാവുകയും വലിയ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ നേതൃത്വവുമായി ഇടഞ്ഞ 5 പേരെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ പോഷക സംഘടനയുമല്ല, അതായത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുണ്ട്. ഈ പോഷക സംഘടനയുമായിട്ടുള്ള ബന്ധം ഇവർ മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ തന്നെ അവിടെയുണ്ട്. അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMS സലാമിന്റെയും മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള CK കാസിമിന്റെയും എതിർപ്പുണ്ടായിരുന്നു. ഇത്തരത്തിൽ കുടുംബ സംഗമം നടത്തരുത് എന്നൊരു എതിർപ്പ് ഈ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഈ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ പരിപാടിക്ക് നിരവധി ലീഗ് പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. അതായത് ലീഗ് നേതൃത്വം ഇത്തരത്തിലൊരു പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുടുംബ സംഗമം നടത്തി. ഈ കുടുംബ സംഗമത്തിൽ ഈ പരിപാടിക്ക് ലീഗ് നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള നിരവധി പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അത്രയധികം പ്രവർത്തകരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. മാത്രമല്ല, ഈ പരിപാടിയിൽ ഈ കുടുംബ സംഗമത്തിൽ നേരത്തെ ഇവർ തീരുമാനിച്ചിരുന്നത് PV അൻവറിനെ ഉൾപ്പെടുത്തി പരിപാടി നടത്താനായിരുന്നു. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ ഭിന്നത വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.